നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. LDFന്റെ ബൂത്ത് തലം മുതലുള്ള യോഗങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെയും നേതൃത്വത്തിലാണ് യോഗങ്ങൾ നടക്കുന്നത്. യോഗങ്ങളിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നിലെത്തിയെന്നും വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് UDF എന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. LDF ഇവിടെ ജയിക്കാനിടയായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. തളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ജനപിന്തുണയിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലെ അവസരഭാഗത്വം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി. ചില വർഗീയ ഘടകങ്ങളും ശക്തിപ്പെടാൻ അത് സാഹചര്യമൊരുക്കി. ഇവരുടെ ഈ അവസരവാദം എല്ലാ കാലത്തും വിവിധതരം വർഗീയതകളെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയെ നാളെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പ്രഖ്യാപിക്കും. LDF നിലമ്പൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ജൂൺ 1 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 9 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം മുൻനിർത്തിയാണ് LDFന്റെ പ്രചാരണം. കൈരളി ന്യൂസ്, നിലമ്പൂർ.